ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വാസവൻ ഉച്ചയൂണിന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരികയാണ്. അന്നേരം രണ്ടുപേരും കൂടിയിട്ട് നല്ല സന്തോഷത്തോട് സ്നേഹത്തോടു കൂടി സംസാരിച്ചുകൊണ്ട് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ മോളെന്തേലും ചോദിക്കുമ്പോൾ മോള് ഡാൻസ് ക്ലാസ്സിന് പോയി. വരണോ? അവൻ ഭക്ഷണം കഴിച്ച് നേരത്തെ പോയി, മുകളിലേക്ക് പോയിട്ടുണ്ടെന്ന് പറയട്ടോ. അവനിപ്പോൾ പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ലല്ലേ, മൊത്തത്തിലൊരു മാറ്റമാണല്ലോ അവന് എന്ന് ചോദിക്കുകയാണ്. അവന് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങായികൊന്നുമില്ല, പക്ഷേ അത്യാവശ്യങ്ങൾക്കൊക്കെ ഇറങ്ങുന്നുണ്ട് എന്ന് പറയും. എന്തായാലും അവന് നല്ല മാറ്റമുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ അവർ. അപ്പോൾ പറയുന്നുണ്ട്, മാറ്റമുണ്ട്, അത് നല്ലത് തന്നെയാണ് എന്ന് പറയും. അതെ, ഈ മാറ്റത്തിന് പിന്നിൽ വേറൊരാളും കൂടി ഉണ്ട്. വേറൊരാളോ? അതാര്? അത് അവനൊരു ഇഷ്ടമുണ്ട് ഒരു പെൺകുട്ടിയോട്. ഇഷ്ടമോ എന്ന് ചോദിക്കുകയാണെ. അതെ, അവനൊരു പെൺകുട്ടീനെ ഇഷ്ടമാണ്. അതെ, അത് അത് ഞാൻ അറിഞ്ഞില്ലല്ലോ അത് എന്നൊക്കെ പറയൂട്ടോ. അത് നിങ്ങളറിയാൻ ആ പ്രശ്നം ഉണ്ടാക്കുമോ എന്ന് ചോദിക്കാൻ കേട്ടോ. എന്ത് പ്രശ്നം? അതെ, അത് ആ പെൺകുട്ടി ജില്ലാ ജഡ്ജിയുടെ മകളാണ്. ഏത്? ആ വിക്രമിൻ്റെ ഭാര്യയുടെ അനിയത്തിയോ? അതെ, ആ പെൺകുട്ടിയാണ് വരുണിന് ഇങ്ങനെ മാറ്റിയെടുത്തത് എന്ന് പറയും കേട്ടോ. നിങ്ങൾ അറിഞ്ഞിട്ട് ഇനി അതിന് വഴക്കും പ്രശ്നത്തിനൊന്നും പോകണ്ട എന്ന് പറയും. അപ്പോൾ വാസവനെ ആലോചിക്കുകയാണ് കേട്ടോ. എന്നിട്ട് വാസവൻ പറയും, മതി, ഇനി എനിക്കറിയാം എന്താണ് വേണ്ടതെന്ന്. ഇത് തന്നെയാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്, എടുത്തു ചാടി ഒന്നും ചെയ്യരുതെന്ന്. ആ പെൺകുട്ടീനെ ഇഷ്ടമാണ്. ആ പെൺകുട്ടീനെ വിവാഹം കഴിക്കാനാണ് അവന് താല്പര്യമെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അവന് നല്ല മാറ്റമുണ്ട്. അവനെ ഞാൻ പ്രസവിച്ചില്ലെങ്കിലും അവൻ എൻ്റെ മകൻ തന്നെയാണ്. അവനും നല്ല സ്വഭാവം ഉണ്ടാകുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ തല്ലും ബഹളവും അതുപോലെ പക വീട്ടലും പ്രതികാരമൊക്കെ നിങ്ങളിൽ തന്നെ അവസാനിക്കാൻ, നിങ്ങളുടെ മക്കളിലേക്ക് അത് കൊടുക്കരുത് ദയവ് ചെയ്തിട്ട്. വാസവൻ ചേട്ടൻ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും മക്കൾ ചെയ്യരുതെന്നൊക്കെ പറയുകയാണേ. അപ്പോൾ വാസവൻ പറയുന്നുണ്ട്, എടി, ഇത് യഥാർത്ഥ സ്നേഹമൊന്നും ആയിരിക്കില്ല. ആ വിക്രമും വീട്ടുകാരൊക്കെ കൂടെ ചേർന്നിട്ട് അവനെ കൊടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും എന്ന് പറയുകയാണ്. അങ്ങനെയൊന്നുമല്ല. ആ പെൺകുട്ടി ഇത് അറിഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഏത് പെൺകുട്ടി? വിക്രമിൻ്റെ ഭാര്യ. ഇതിൽ നിന്ന് പിന്മാറണമെന്ന് പറയാനായിട്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ആ ഒരു പ്ലാൻ ചെയ്ത് തയ്യാറാക്കുന്നത്? ഇതിനൊക്കെ നിങ്ങൾ ഈ ഒരു കണ്ണിൽ മാത്രമേ കാണുള്ളൂ. നിങ്ങൾ ഇങ്ങനെ ഒരു കണ്ണിൽ കാണരുത്. അവൻ ആ കുട്ടീനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ കുട്ടീനായിട്ട് ജീവിക്കട്ടെ അവൻ എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ വാസവൻ ഇനി എന്താണ് വേണ്ടതെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ നിർത്താണ്. പിന്നെ കാണിക്കുന്നത് ശ്രീകാന്തും ചന്ദ്രശേഖരനോട് സംസാരിക്കുകയാണ്. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് അച്ഛൻ പറയുന്നു പറയട്ടോ. നിൻ്റെ ഒരു ഗതികേട് ആലോചിച്ചിട്ട് എനിക്ക് സങ്കടം വരുന്നുണ്ടടാ എന്ന് പറയട്ടോ. നിൻ്റെ 2 പെങ്ങന്മാർ ഒരേപോലെ ആയിപ്പോയല്ലോ എന്ന് പറയാണ്. ഒരുത്തി ഇഷ്ടപ്പെട്ടന അല്ലെങ്കിലും ഇറങ്ങിപ്പോയി സ്വന്തം ജീവിതം തിരഞ്ഞെടുത്തു. അവളെ കൊണ്ടുവരാനായിട്ട് നീ എന്തൊക്കെ പ്ലാനിങ് നടത്തി എന്ന് പറയാണ്. എന്നിട്ട് എന്തായി? വല്ലതും നടന്നോ? അവനെ കൊല്ലാൻ വരെ ശ്രമിച്ചു, എന്നിട്ടും നടന്നില്ല. എന്നിട്ട് 2 പെങ്ങന്മാരെ നിലയ്ക്ക് നിർത്താനുള്ള ഗതികേട് അവസരം നിനക്ക് കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറയാണ്. ഇതേ കർമ്മമാണ്, കർമ്മം. മറ്റുള്ളവരുടെ ജീവിതം വിരിച്ച് നടക്കുന്ന നിൻ്റെ അച്ഛൻ്റെ കർമ്മം. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിതം വിരിച്ച് നിൻ്റെ പെങ്ങന്മാരെ, അതായത് നിൻ്റെ അച്ഛൻ്റെ മക്കളെ സ്വന്തം ജീവിതം വിരിക്കാനായിട്ട് അയാൾക്ക് യോഗം ഇല്ലാണ്ടായി പോയി എന്നൊക്കെ പറയാൻ കേട്ടോ. അച്ഛനിങ്ങനെ കുറ്റപ്പെടുത്തല്ലേ. പിന്നെ ഞാൻ എന്ത് ചെയ്യണോടാ? നീ ഒരു പെങ്ങള്, എടാ ഇത് അറിഞ്ഞപ്പോൾ തന്നെ വെട്ടിക്കൊന്ന് ഏതെങ്കിലും മൂലയ്ക്ക് താഴ്ത്തണമായിരുന്നു, അല്ലെങ്കിൽ വല്ല ആറ്റി കൊണ്ടുപോയി തള്ളണമായിരുന്നു എന്ന് പറയാം. നീ എന്ത് ചെയ്യാനടാ? നീ ഒന്നും ചെയ്യൂല. ആ വിക്രമിനെ കൊല്ലാൻ ശ്രമിച്ചിട്ട് നടന്നോ? കൊല്ലാൻ അപ്പോൾ ശ്രീകാന്ത് പറയും, അച്ഛൻ തന്നെയല്ലേ അന്ന് ആ സമയത്ത് കൊല്ലണ്ടെന്ന് പറഞ്ഞ് വിട്ട് കളഞ്ഞത്. ശരി, ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റാമെന്ന് നോക്കാമെന്ന് പറയണേ. ഒരു കാര്യം ചെയ്യണം, ഇനിയിപ്പോൾ വാസവൻ നിന്നെ വന്ന് സമീപിക്കാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ അവരുടെ പ്ലാനിങ് ആവുള്ളൂ. അപ്പോൾ നീ എന്ത് പറയും? പറ്റില്ല എന്ന് പറയും. മണ്ടൻ, അങ്ങനെയല്ലടാ പറയേണ്ടത്. ആലോചിക്കണം. അച്ഛനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായിട്ട് ടൈം വേണം എന്ന് പറയണം. എന്നിട്ട് കല്യാണത്തിനുള്ള തയ്യാറെടുപ്പ് നമ്മൾ നടത്തുന്നത് പോലെ കാര്യങ്ങൾ എത്തിക്കണം. എന്നിട്ട് അവനെ ഇല്ലാതാക്കണം. പക്ഷേ അവനെ ഇല്ലാതാക്കിയാൽ ആ കുറ്റം നമ്മുടെ തലയിൽ വരാനും പാടില്ല. എന്ത് പറയുന്നു എന്ന് ചോദിക്കാൻ കേട്ടോ ശ്രീകാന്തിനോട്. അത് ശരിയാണ്, അങ്ങനെ തന്നെ നമുക്ക് ചെയ്യാൻ വച്ചാൽ. അപ്പോൾ അതുപോലെ വേണം കാര്യങ്ങൾ നീക്കാനായിട്ട്. അല്ലാതെ എടുത്തു ചാടി ഒരു കാര്യം ചെയ്തിട്ട് അതിൻ്റെ കുറ്റമൊന്നും നമ്മുടെ തലയിൽ വന്ന് വീഴാൻ പാടില്ല എന്ന് പറയുകയാണെ. ഈ ഒരു പ്ലാനിങ് ആരും അറിയാനും പോയത്. ഇല്ല അച്ഛാ, ഇതൊന്നും ആരും അറിയില്ല, നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം കാര്യങ്ങൾ എന്ന് പറയുകയാണെ. അതിനുശേഷം പിന്നീട് രാത്രി ശ്രീകാന്ത് വീട്ടിൽ വന്നിട്ട് വിക്രമാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് ശങ്കരനാരായണനോട് പറയുകയാണ് കേട്ടോ. അപ്പോൾ ശങ്കരനാരായണൻ അത് വിശ്വസിക്കാൻ പറ്റില്ല. നീ എന്തേ പറയുന്നത്? വിക്രം അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. വിക്രം അടിച്ചില്ലാണ്ടാക്കാൻ ശ്രമിച്ച ആളല്ലേ ഈ വരുൺ എന്ന് പറയണത്. അതെ, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അവൻ ആശുപത്രിയിൽ കിടന്നിരുന്ന സമയത്ത്
വിക്രം ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാറുണ്ടായിരുന്നു എന്ന് ഞാൻ അവിടെ ഒരു നഴ്സിൽ നിന്ന് ചോദിച്ചറിഞ്ഞു. മണിക്കൂറുകളോളം അവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ രണ്ട് ശത്രുക്കൾക്ക് തമ്മിൽ എന്താണ് ഇത്ര മണിക്കൂറുകളോളം സംസാരിക്കാനുള്ളത്? ഈ ക്രിമിനൽസൊക്കെ അങ്ങനെയാണ് വെച്ചാൽ അവർക്ക് കൈ വെട്ടാനും കൈ കൊടുക്കാനും ഒക്കെ നിമിഷ നേരം മതി. നീ പറയുന്നത് സത്യമാണോ ശ്രീകാന്ത്? അല്ലാതെ പിന്നെ ഞാനിത് നന്നായി അന്വേഷിച്ചറിഞ്ഞിട്ടാണ് അച്ഛാ പറയുന്നത്. വിക്രമിൻ്റെ പ്ലാനിങ്ങിലാണ് നമ്മുടെ കുടുംബം തകർക്കാൻ വേണ്ടിയിട്ട് വരുൺ ദീപ്തിനെ വലയിൽ വീഴ്ത്തിയിട്ടുള്ളത് എന്ന് പറയാണ്. അപ്പോൾ ശങ്കരനാരായണൻ ആകെ വിഷമിക്കുകയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ഇത് വേദം അറിഞ്ഞിട്ടുണ്ടാവോ? വേദം അറിഞ്ഞിട്ടുണ്ടാവോ എന്ന് ചോദിച്ചാൽ വേദം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വേദനെ കൺവിൻസ് ചെയ്യാനായിട്ട് ഇപ്പോൾ അവന് വലിയ പാടൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഇനിയിപ്പോൾ നാളെ വേദം അത് അറിയുകയാണെങ്കിലോ? അറിയുകയാണെന്നുണ്ടെങ്കിൽ എന്താ, അവൾക്ക് അത്ര പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അവൾ അവനെ അത്രയ്ക്ക് സംശയിക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ ശ്രീകാന്ത് ശങ്കരനാരായണനോട് പറഞ്ഞ് ബോധ്യപ്പെടുത്താണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് വിക്രമിനോട് വേദ നന്ദിനിയുടെ കാര്യമൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, എന്നിട്ട് നന്ദിനിയുടെ അടുത്ത് നിങ്ങൾക്ക് കാപ്പിയൊക്കെ തിളപ്പിച്ചതെന്നാണ് പറയും. കാപ്പിയൊക്കെ തിളപ്പിച്ചത് നല്ല സ്നേഹത്തോട് കൂടിയിട്ടാണ്. ശ്രീചേട്ടത്തിനോട് മാപ്പ് പറഞ്ഞു. നിന്നോട് മാപ്പ് പറഞ്ഞോ? എന്നോടൊന്നും മാപ്പ് പറഞ്ഞില്ല, പക്ഷെ നല്ല സ്നേഹത്തോട് കൂടിയിട്ടാണ് ആ കാപ്പിയൊക്കെ കൊണ്ടു തന്നത് എന്ന് പറയും. അപ്പോൾ വിക്രം പറയാണ്, എന്തായാലും സാറില്ല, കുടുംബത്തിലെ ഒരു പ്രശ്നം മാറിയല്ലോ, എല്ലാവരും സന്തോഷത്തോട് കൂടിയിട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ എനിക്കത് നേരെ മറിച്ചാണ് തോന്നുന്നത് എന്ന് വേദ പറയട്ടെ. എന്ത്? അതെ, വിക്രം സ്വാമിനെ ഒരാളിപ്പോൾ തല്ലാൻ വന്നിട്ടുണ്ടെങ്കിൽ വിക്രം സ്വാമി എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതിന് എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, മാലിട്ടിരിക്കല്ലേ, അതിനല്ല നീ എന്നെ ഇങ്ങനെ പെടുത്തി വെച്ചിരിക്കുന്നത്. ഓ, അങ്ങനെ ഇപ്പോൾ ഈ സമയത്ത് വിക്രം സ്വാമിനെ ഒരാൾ വന്ന് തല്ലാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ തല്ലയാ തന്നെ വിക്രം സ്വാമിക്ക് ഒരു അടി പോലും കൊള്ളൂല. നീ എന്ത് ചെയ്യും? നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുകയാണ്. വിക്രം സ്വാമിനെ ഞാൻ പൊത്തിഞ്ഞ് അങ്ങ് പിടിക്കും, ചേർത്ത് പിടിക്കും, എന്നിട്ട് ആ അടി മുഴുവൻ ഞാൻ കൊള്ളും. ഇത്രയും അടിയൊക്കെ താങ്ങാനുള്ള കപ്പാസിറ്റി നിനക്കുണ്ടോ? അതൊക്കെ ഉണ്ടെന്നേ. ഇല്ല, അത്രയ്ക്ക് കപ്പാസിറ്റി ഇല്ല, പക്ഷെ കൊള്ളാം, വിക്രസ്വാമിക്ക് വേണ്ടിയിട്ടല്ലേ. അത് പോട്ടെ, ഞാൻ പറഞ്ഞതിന് ഉത്തരം പറയും. ഒരാളടിക്കാൻ വന്നാൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? തിരിച്ചടിക്കും, അടി കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യും എന്ന് പറയാം കേട്ടോ. അത് തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നന്ദിനി അടുത്തി നമുക്കെതിരെ എന്തോ കാര്യമായിട്ടുള്ള ബോംബ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഈ സ്നേഹപ്രകടനം നടത്തിയതും മാപ്പ് പറച്ചിലും ഒക്കെ തുടങ്ങുന്നതെന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറയാം കേട്ടോ. ഓ, നീ ഇങ്ങനെയൊക്കെയാണോ ചിന്തിക്കുന്നത്? അതെ, എന്തോ ഒരു പ്രശ്നം നന്ദിനിയടത്തിൻ്റെ മനസ്സിൽ വന്ന് പെട്ടിട്ടുണ്ട്. അപ്പോൾ നന്ദിനിയടത്തേക്ക് അതറിയണം. അതിന് വേണ്ടിയിട്ട് വലിയൊരു ബോംബ് ഉണ്ടാക്കിയിട്ട് നമുക്കെതിരെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്നേഹപ്രകടനമൊക്കെ. അപ്പോഴേക്കും വേദന ഫോൺ ബെല്ലടിക്കുകയാണ്. അപ്പോൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അച്ഛനാണല്ലോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിക്രം പറയും, വേഗം അറ്റൻഡ് എന്ന് പറയും. അങ്ങനെ വേദ കോൾ എടുക്കാൻ കേട്ടോ. ഹലോ എന്ന് പറയുമ്പോഴേക്കും, നാളെ ഓഫീസിൽ പോകുന്ന വഴിക്ക് എനിക്ക് നിന്നെ കാണണം, ഞാൻ ആ വഴി തന്നെ നിന്നെ കാത്തു നിൽക്കും, പിന്നെ വരാതെ പോകരുത്, ഉറപ്പായിട്ടും എനിക്ക് നിന്നെ കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ വേദ ഹലോ ഹലോ എന്ന് പറയുന്നുണ്ടെങ്കിലും ഫോൺ കട്ട് ചെയ്തു കേട്ടോ. എന്താ കാര്യം? അച്ഛനാണ്, അച്ഛൻ എന്നെ നാളെ കാണണം എന്ന് പറഞ്ഞു എന്ന് പറയാനിട്ട്. എന്തെങ്കിലും പുതിയ പ്ലാനോ പദ്ധതികളോ ഉണ്ടാവും, അതായിരിക്കും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വേദന ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ വിക്രമിനെ. അത് കഴിഞ്ഞ ശേഷം പത്മത്തിന് ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ കൊണ്ടു കൊടുക്കുകയാണ് ശങ്കരനാരായണൻ. അതെ, തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ആൾക്കാർ സമരം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ഇങ്ങനെ നിരാഹാര സമരം. പക്ഷേ അവരെ ജയിപ്പിച്ച MLA മന്ത്രിമാരൊക്കെ അതുവഴി പോകുമ്പോൾ ഇവരെ നോക്കുക പോലും ചെയ്യൂല. അതുപോലെ എപ്പോഴാണ് നിൻ്റെ കാര്യം? നിൻ്റെ മോള് നിന്നെ നോക്കുക പോലും ചെയ്യുന്നില്ല. നീ ഇപ്പോൾ അവൾക്ക് വേണ്ടി നിരാഹാര സമരം കിടന്നിട്ട് പിന്നെ എന്തിനാണ് നീ ഇത് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ നോക്കിയാലും നോക്കിയില്ലെങ്കിലും ഇത് എൻ്റെ തീരുമാനമാണ്, ഇതിൽ ഞാൻ ഒരടി പോലും പിന്നോട്ട് വയ്ക്കില്ല എന്ന് പറയട്ടോ. അതെ, ഇതൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല പത്മം, ഇതൊക്കെ ഒരു ആസൂത്രിതമായ പദ്ധതിയാണ്. ആസൂത്രിതമായ പദ്ധതി? അതെ, ഇതൊരു പ്ലാനിങ് ആണ്. നിൻ്റെ 2 മക്കളും നമ്മളെ ചതിക്കുകയാണ് എന്ന് പറയട്ടോ. 2 മക്കളും ചതിക്കുകയാണ്? എന്താ ശങ്കരേട്ടൻ ഈ പറയുന്നത്? ഇതൊക്കെ നിൻ്റെ മൂത്ത മരുമകൻ വിക്രമിൻ്റെ പ്ലാനിങ് ആണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ശങ്കരനാരായണൻ പോകുകയാണ്. പിന്നെ കാണിക്കുന്നത് ശങ്കരനാരായണൻ വേദന കൂടി കാണുകയാണ്. അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ വേദന നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. സ്നേഹത്തോടു കൂടി തന്നെ പെട്ടെന്ന് കാണുമ്പോൾ ഒരു സ്നേഹം തോന്നുന്നുണ്ട്. നിൻ്റെ ഭർത്താവിന് സുഖമാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വേദന ഒന്നും മിണ്ടാതാകുമ്പോൾ എന്താ നീ ഒന്നും മിണ്ടാത്തത്? അല്ല, അങ്ങനെ അച്ഛൻ ചോദിക്കാറില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെ ശങ്കരനാരായണൻ പറയുകയാണേ, അതെ, അല്ല, ശത്രുവിനെ ഒതുക്കാനായിട്ടുള്ള അവസരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരായാലും സന്തോഷിക്കും, അതുകൊണ്ടാണ് ചോദിച്ചതെന്ന് പറയട്ടോ. ശത്രുവിനെ ഒതുക്കാനുള്ള ഇതോ? അതെന്താ എന്ന് പറയും കേട്ടോ. നീ ദീപ്തിനെ കാണാനായിട്ട് വീട്ടിൽ വന്നിരുന്നില്ലേ, അതെന്തിനാണ് എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വേദമൊന്നും മിണ്ടുന്നില്ല.
നീയും കൂടിയിട്ട് ഇതിന് കൂട്ടു നിൽക്കുന്നു ഞാനൊരിക്കലും വിചാരിച്ചില്ല. നീ നിൻ്റെ വഴിയെ തന്നെ അനിയത്തിനെയും കൂടെ കൊണ്ടുപോകുകയാണോ എന്ന് ചോദിക്കണം. അച്ഛൻ എന്തീ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാനൊരിക്കലും ഇതിന് അംഗീകരിക്കില്ല, ഞാനതിനെതിരാണ്, അവളോട് ഇതിൽ നിന്ന് പിന്മാറണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത്. വേണ്ട, നീ എൻ്റെ മുന്നിൽ അഭിനയിക്കൊന്നും വേണ്ട. ഇത് നിൻ്റെ ഭർത്താവ് വിക്രമിൻ്റെ പ്ലാനിങ്ങിൽ നടക്കുന്ന ഒരു ചതിയാണ് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിൻ്റെ വിക്രമാണ് വരുണിനെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്. അച്ഛൻ എന്ത് നോൺസെൻസ് ആണ് ഈ പറയുന്നത്? ഓ മൈ ഗോഡ്, അച്ഛൻ എന്താ വിശ്വസിച്ചിരിക്കുന്നത്? വല്ലവരും വന്നിങ്ങോട്ട് ഓരോന്ന് പറഞ്ഞെന്നൊന്ന് വിചാരിച്ചിട്ട് അച്ഛൻ അതൊക്കെ വിശ്വസിക്കുകയാണോ ചെയ്യുന്നത്? വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്യൂല എന്ന് പറയാൻ. മതി, നിർത്ത്, ഇനി നീ അങ്ങനെയൊന്നും പറയാൻ നിൽക്കണ്ട. എന്തായാലും നിൻ്റെ പ്ലാനിങ് ഒന്നും നടക്കൂല. ശങ്കരനാരായണൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിൻ്റെ ഭർത്താവിൻ്റെ പ്ലാനിങ് നടക്കൂല എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്.